Welcome to Karki's Stories. മടിക്കേരിയിലെ നിഗൂഢതകൾ ഭാഗം 11. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. താൻ പോയില്ലേ? ജഗത്ത് ആ പെൺകുട്ടിയോട് ചോദിച്ചു. അത് കൊള്ളാം, ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞല്ലോ കുട്ടി, എനിക്കതിന് മാത്രം കുഴപ്പമൊന്നുമില്ല, ഇയാൾ പോയിക്കോളൂ. ഏയ്, അത് പറഞ്ഞാ പറ്റില്ല. അല്ലേ, വരൂ, എന്റെ വീടേ ഇവിടെ തൊട്ടടുത്താ. നമുക്ക് ഫസ്റ്റ് എയ്ഡ് എങ്കിലും ചെയ്തിട്ട് പോവാം. പോകാൻ കൂട്ടാക്കാതെ നിർബന്ധം പിടിക്കുന്നവളെ അവൻ കണ്ണുകൾ ചുരുക്കിയൊന്ന് നോക്കി. അവൾ അവനെ ആകാംക്ഷയോടെ തന്നെ നോക്കി നിന്നു. ശരി, വാ. അവൻ സമ്മതിച്ചതും അവളുടെ മുഖം തെളിഞ്ഞു. കാറിൽ പോയാലോ? വേണ്ട, ഞാൻ ബുള്ളറ്റിൽ വന്നോളാം. ഓടിക്കാവോ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. ശരി, എങ്കില് എന്നെ ഫോളോ ചെയ്തോളൂട്ടോ. ഇതേ പതുക്കെ ഓടിച്ചാ മതി കേട്ടോ. അവൻ സമ്മതിച്ചു. 2 ചുവടും നടന്നിട്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ശോ, നെറ്റിയിലൊന്ന് തല്ലിയിട്ട് അവൾ അവനെ നോക്കി കണ്ണുകൾ ചിമ്മി. പേര് ചോദിക്കാൻ മറന്നു. ഞാൻ മീര രാഘവേന്ദ്രൻ. അവൾ ഷെയ്ക്കാനായി കൈനീട്ടി. ജഗത്. അവൻ അവൾക്ക് കൈ കൊടുത്തു. ഇവിടെയാണോ വീട്? അല്ല, മടിക്കേരിയിലാണ്. ബുള്ളറ്റിലേക്ക് കയറിയിരിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞത് കേട്ട് തലകുലുക്കിക്കൊണ്ട് അവൾ കാറിന് നേർക്ക് നടന്നു. അവളുടെ ആ വില കൂടിയ ബെൻസിന്റെ പിന്നാലെ ബുള്ളറ്റ് ഓടിക്കുന്നതിനിടയിൽ പാതിരാത്രിയോടടുത്ത ഈ സമയത്ത് അവൾ എവിടെ പോയതായിരിക്കുമെന്ന ചിന്തയിലായിരുന്നു ജഗത്ത്. കാശുള്ള വീട്ടിലെ പെൺകുട്ടിയാണെന്ന കാര്യം ഓർത്തതും പിന്നീട് അവനതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. നൈറ്റ് ലൈഫിന്റെ ഭാഗമായി നടക്കുന്ന പാർട്ടികളും മറ്റും അവിടെ പലയിടങ്ങളിലും രഹസ്യമായും പരസ്യമായും നടക്കാറുള്ളതാണ്. നഗരത്തിലെ പ്രമുഖരായ പലരും പങ്കെടുക്കുന്ന അത്തരം പാർട്ടികളിൽ മദ്യവും മദിരാക്ഷിയും മാത്രമല്ല മയക്കുമരുന്നുകളും യഥേഷ്ടം ഒഴുകാറുണ്ടെന്നതും പരസ്യമായ രഹസ്യമാണ്. ബേളൂർ സോംവാർപേട്ട് റോഡിലൂടെ ഏകദേശം 15 മിനിറ്റോളം മുന്നോട്ടോടിയ കാറ് ഒരു ചെറിയ വഴിയിലൂടെ ഇടത്തേക്ക് തിരിഞ്ഞു. ഏകദേശം 2 ചെറുകാറുകൾക്ക് കടന്നുപോകാൻ വീതിയുള്ള ആ റോഡിലൂടെ മുന്നോട്ടു പോയ കാറ് ചെന്ന് നിന്നത് വലിയൊരു ബംഗ്ലാവിന്റെ മുന്നിലായിരുന്നു. കാർ മുന്നിലേക്ക് ചെന്നതും ഓട്ടോമാറ്റിക്കായി തുറക്കുന്ന ഗേറ്റ് നോക്കി ജഗത്ത് കാറിന് പിന്നിൽ ബുള്ളറ്റ് ഒതുക്കി നിർത്തി. വീടിനോട് ചേർന്നുള്ള മതിലിന്റെ തൂണിൽ സിൽവർ സ്പ്രിംഗ് എന്ന് ഗോൾഡൻ അക്ഷരങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നു. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് സെക്യൂരിറ്റിക്കാരൻ വന്ന് നോക്കുന്നത് അവൻ കണ്ടു. കാറ് കണ്ടതും അയാൾ സല്യൂട്ട് ചെയ്തു. കാറ് നിർത്തിയ മീര തല വെളിയിലേക്കിട്ട് അയാളോട് എന്തോ സംസാരിക്കുന്നുണ്ട്. ആ സെക്യൂരിറ്റിക്കാരൻ തിരിഞ്ഞു നോക്കുന്നത് കണ്ടതും അവൾ സംസാരിച്ചത് തന്നെ കുറിച്ചാണ് എന്ന് ജഗത്തിന് മനസ്സിലായി. അതുറപ്പിക്കും പോലെ അവന്റെ ബുള്ളറ്റ് കടന്നുപോയപ്പോ ആ സെക്യൂരിറ്റിക്കാരൻ അവനെ നോക്കി സല്യൂട്ട് ചെയ്തു. പോർച്ചിൽ നിർത്തിയ കാറിൽ നിന്നും ഇറങ്ങിയ മീര ജഗത്തിന് വേണ്ടി കാത്തുനിന്നു. ബുള്ളറ്റ് ഒതുക്കി നിർത്തി സൈഡ് സ്റ്റാൻഡിലേക്ക് വെച്ച ശേഷം അടുത്തേക്ക് എത്തി അവനെയും കൂട്ടി അവൾ മുൻവശത്തെ കതകിന് നേരെ നടന്നു. കതകിനോട് ചേർന്നുള്ള സ്ക്രീനിൽ വിരൽ വെച്ച അവളുടെ തമ്പിപ്രഷൻ റീഡ് ചെയ്ത സ്കാനറിൽ ഗ്രീൻ സിഗ്നൽ കാട്ടിയതും ആ ഓട്ടോമാറ്റിക് വാതിൽ താനെ തുറന്നു. വരൂ. അവൾക്കു പിന്നാലെ അകത്തേക്ക് കയറി ജഗത്ത് ആ വീടിനകത്തെ ആഡംബരം കണ്ട് അമ്പരന്നു. ആ സമയത്തും വിശാലമായ ഹാളിലും മുകളിലേക്കുള്ള പടികളിലുമൊക്കെ LED വാം ലൈറ്റുകൾ തെളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. മുകളില എന്റെ മുറി, അങ്ങോട്ട് പോവാം. യാതൊരു പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരനെ സ്വന്തം മുറിയിലേക്ക് വിളിക്കുന്ന അവളുടെ ആ പ്രവൃത്തി അവൻ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അത് മാത്രമല്ല, അതിവിശാലമായിരുന്ന ബംഗ്ലാവിന്റെ അകം വിജനമായിരുന്നതും അവനെ അസ്വസ്ഥനാക്കി. ഇവിടെ വേറെ ആരുമില്ലേ? ആകാംക്ഷയോടെ ചുറ്റിനും നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇവിടെ ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. ഞാനും അച്ഛനും അമ്മയും ഏട്ടനും. അച്ഛൻ സ്ഥലത്തില്ല, ബിസിനസ് ടൂറില്ല. കേട്ട് കാണും, MPR എന്ന്. ഏത്? അരോമ ടീ ആൻഡ് കോഫി എക്സ്പോർട്ടേഴ്സിന്റെ MDO? അവൻ അത്ഭുതം കൂറി. യെസ്. അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ദാറ്റ് സെയിം മടത്തിപ്പറമ്പിൽ പ്രതാപൻ രാഘവേന്ദ്രൻ. പിന്നെ എന്റെ അമ്മ പാർവതി രാഘവേന്ദ്രൻ. കൂടാതെ എന്റെ ഒരേ ഒരു പുന്നാര ഏട്ടൻ അജയേന്ദ്രൻ. ഓ, അപ്പോ ബെഡാ പാർട്ടി അല്ലേ? അവന്റെ ആ ചോദ്യത്തിന് അവൾ മണികിലുങ്ങും പോലെ ചിരിച്ചു. ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കൊല്ലാവുന്നേ ഉള്ളൂ. UK ആയിരുന്നു MBA. ഓ, കൂൾ. വാ, മുകളിലോട്ട് പോവാം. മരുന്ന് വെച്ചില്ല, ചിലപ്പോ സെപ്റ്റിക് ആവുന്നേ. ഏട്ടനും അമ്മയും ഇവിടെ ഇല്ലേ? അവൾക്ക് പിന്നാലെ പടികൾ കയറുന്നതിനിടയിൽ ജഗത്ത് ചോദിച്ചു. അമ്മ ഇപ്പോ പാതി ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും. ഏട്ടനും ചിലപ്പോ വന്നിട്ടുണ്ടാവും, അറിയില്ല. പണക്കാരുടെ ജീവിതം വെളിപ്പെടുത്തുന്ന വാക്കുകൾക്ക് പിന്നാലെ അല്പനേരത്തേക്ക് അവൾ നിശബ്ദയായി. വരൂ, ഇതാ എന്റെ മുറി. മുകളിലേക്ക് കയറി ചെന്ന് വരാന്തയിൽ നിന്നും തുറക്കുന്നൊരു മുറിയുടെ വാതിൽ തുറന്നു പിടിച്ചുകൊണ്ട് അവൾ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. ആകാശനീലിമയുടെ അതിപ്രസരമായിരുന്നു ആ മുറിക്കകം. ജനാലകൾ മറച്ചിരുന്ന കർട്ടൻ ഷെയ്ഡുകൾ മുതൽ കട്ടിൽ വിരിച്ചിരിക്കുന്ന പുതപ്പും ബ്ലാങ്കറ്റും വരെ നീല.
ഇതെന്തോന്നോ നീലമയമാണല്ലോ. അവൾ ചിരിച്ചു. ആകാശത്തിന്റെ നീലിമ അത്ര മനോഹരമല്ലേ? എന്നാൽ ആ നീലിമയ്ക്ക് പിന്നിൽ പ്രപഞ്ചം മുഴുവനും മറിഞ്ഞിരിക്കുന്നു. വൗ, സാഹിത്യം. ചുമ്മാ. ചിരിച്ചും കൊണ്ട് അവൾ കബോർഡിൽ നിന്നും ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു. ഇരിക്കി. അവൾ ചൂണ്ടിക്കാണിച്ച കസേരയിലേക്ക് ഇരുന്ന ജഗത്തിന്റെ മുറിവുകൾ അയഡിൻ ലായനി ഉപയോഗിച്ച് അവൾ വൃത്തിയാക്കാൻ തുടങ്ങി. എന്നെ പോലെ യാതൊരു പരിചയമില്ലാത്ത ഒരാളെ ഇങ്ങനെ മുറിയിലേക്ക് വിളിച്ചു കയറ്റുമ്പോ പേടി തോന്നില്ലേ? അവന്റെ ചോദ്യം കേട്ട് അവൾ ചിരിച്ചു. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ഒരാളെ കണ്ടാല്, അയാളുടെ പെരുമാറ്റം കണ്ടാല് അവരേത് ടൈപ്പാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഓഹോ. അവൻ പുരികങ്ങൾ ഉയർത്തി കണ്ണുകൾ വലുതാക്കി അവളെ നോക്കി. കളിയാക്കണ്ട മാഷേ, അതെ, ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു പ്രത്യേക കഴിവാ. ചോദിക്കാൻ മറന്നു, ജഗത്ത് എന്താ ചെയ്യുന്നേ? മടിക്കേരിയില് ഒരു ഫാമുണ്ട്, കാപ്പിയും തേയിലയും. ആണോ? എക്സ്പോർട്ടിംഗ് ഉണ്ടോ? ഇല്ല, എക്സ്പോർട്ടേഴ്സിന് കൊടുക്കാറുണ്ട്. എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് തന്നൂടെ? പിന്നെന്താ, വന്ന് തോട്ടം ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ, ഒരു ദിവസം ഞാൻ ഏട്ടനെയും കൂട്ടി ഇറങ്ങാം. ഇന്നിപ്പോ സോമാർപേട്ടിലേക്ക് വന്നത് ബിസിനസ് ആവശ്യത്തിനാണോ? അതെ. അല്പം നേരത്തെ സംസാരത്തിന് ശേഷം മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടിയിട്ട് ഇറങ്ങാറാകുമ്പോഴേക്കും മീര ജഗത്തിനോട് നല്ലൊരു സുഹൃത്ത് ബന്ധത്തിലായി കഴിഞ്ഞിരുന്നു. ആളുകളോട് പെട്ടെന്നെടുക്കുന്ന ഒരു പ്രകൃതമാണ് അവൾക്കെന്ന് അവൻ അതിനോടൊക്കെ മനസ്സിലാവുകയും ചെയ്തു. അവന്റെ ഫോൺ നമ്പറും വാങ്ങിയിട്ടാണ് അവൾ അവനെ യാത്രയാക്കിയത്. അവന്റെ ബുള്ളറ്റ് സെക്യൂരിറ്റി ക്യാബിൻ കടന്ന് റോഡിലേക്ക് ഇറങ്ങിയതും ആ സെക്യൂരിറ്റിക്കാരൻ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവൻ പോയ വഴിയൊന്ന് നോക്കി. പിന്നീട് തിരികെ ക്യാബിനിലേക്ക് കയറി അയാൾ തന്റെ ഫോൺ എടുത്ത് തിടുക്കത്തിൽ ആരെയോ വിളിച്ചു. വെളുക്കും മുന്നേ വീട്ടിലെ കോളിംഗ് ബെൽ മുഴങ്ങിയപ്പോ ആദ്യം ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റത് മിലിയായിരുന്നു. അവൾ തട്ടി ഉണർത്തിയ ശ്രാവണിയും കേട്ടു രണ്ടാമത് മുഴങ്ങിയ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം. കട്ടിലിൽ നിന്നും എഴുന്നേറ്റ അവളുടെ കൈകൾ ആദ്യം തേടിയത് തലയിണക്കടിയിലെ പിസ്റ്റളിനെയാണ്. ഫുള്ളി ലോഡഡ് ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആ തോക്കുമെടുത്ത് മിലിയെയും കൂട്ടി വെളിയിലേക്ക് ഇറങ്ങി അവൾ ആദ്യം ശ്രദ്ധിച്ചത് CCTVയുടെ സ്ക്രീനിലേക്കാണ്. കഥകിന് മുന്നിൽ നിൽക്കുന്ന ജഗത്തിനെ കണ്ടതും വയ്യാത്ത കാലും വലിച്ചു വെച്ച് മിലി ധൃതിയിൽ മുൻവശത്തേക്ക് നടന്നു. ഈ ഒട്ടി കൊച്ചെ, പതുക്കെ പോ, ഇല്ല പ്ലാസ്റ്റർ അഴിക്കാൻ ഇനിയും വൈകും കേട്ടോ. ശ്രാവണിയുടെ ശാസനം കേട്ടിട്ടും ശ്രദ്ധിക്കാതെ ഒറ്റക്കാലിൽ ബലം നൽകി മുന്നിലേക്ക് ചെന്ന മിലി വാതിൽ തുറന്നു. കൈക്കും കാലിലുമൊക്കെ വെച്ചുകെട്ടുമായി നിൽക്കുന്ന ജഗത്തിനെ കണ്ടതും അവൾ ഏങ്ങലോടെ അവനെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കാൻ ശ്രമിച്ചു. എന്താ പറ്റിയേ? കൈക്ക് കാലിലൊക്കെ മുറിവുണ്ടല്ലോ. അകത്തേക്ക് കയറി അവൻ അവളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. ഓ, ഉഴപ്പൊന്നുമില്ല മിലുസെ, വണ്ടി ഒന്ന് തട്ടിയതാ. കൂടുതൽ പരിക്കുകൾ വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്ന മിലി അവന്റെ മുഖം പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു. തട്ടിയെന്നോ? എവിടെ? വാ, ഞാൻ പറയാം. മിലിയെയും താങ്ങി പിടിച്ചുകൊണ്ട് ജഗത്ത് അകത്തേക്ക് നടന്നപ്പോ ശ്രാവണി വാതിലടച്ച് കുറ്റിയിട്ടു. സോംവാർപെട്ടിൽ ചെന്നപ്പോൾ മുതൽ സംഭവിച്ച കാര്യങ്ങൾ അവൻ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. പേടിച്ചരണ്ട കണ്ണുകളോടെ നോക്കിയിരിക്കുന്ന മിലിയെ കൂടുതൽ ഭയപ്പെടുത്താതിരിക്കാൻ അവൻ കാര്യങ്ങൾ അധികം വിശദീകരിച്ചില്ല. എങ്കിലും മീരയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോ മിലിയുടെ നെറ്റി ചുളിഞ്ഞു. പെണ്ണിന് കുറുമ്പ് തീരെയല്ല കേട്ടോ. മനസ്സിൽ ഓർത്തുകൊണ്ട് ജഗത്ത് ചിരിച്ചു. എന്തോന്നിനാ ചിരിക്കുന്നേ? കൂർത്ത നോട്ടത്തോടൊപ്പം ഒരു മുനയുള്ള ചോദ്യവും അവൾ എറിഞ്ഞു. ഏയ്, ഒന്നുമില്ല. അവൻ വീണ്ടും ചിരിച്ചു. രണ്ടുപേരുടെയും മുഖഭാവങ്ങൾ ശ്രദ്ധിച്ച ശ്രാവണിക്കും ചിരി വന്നു. ഇരുത്തിയൊന്ന് മൂളിയിട്ട് മിലി പറഞ്ഞു. എനിക്കെന്തോ ആ പെണ്ണ് ആളത്ര ശരിയാണെന്ന് തോന്നുന്നില്ല കേട്ടോ. യാതൊരു പരിചയമില്ലാത്ത ഒരാളെ ആരെങ്കിലും വിളിച്ച് വീട്ടിൽ കൊണ്ടുപോവോ, അതും പാതിരാത്രിയിൽ? അപ്പൊ ബോധമില്ലാതെ കിടന്നിരുന്ന നിന്നെ രാത്രിയിലല്ലേ ഞാൻ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്നത്? തന്നെ മനഃപൂർവ്വം ചൊറിയാൻ ശ്രമിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയതും അവൾക്ക് ദേഷ്യം വന്നു. അതുപോലാണോ ഇത്? ബോധമില്ലാതെ കിടന്നൊരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വരുന്ന പോലെയാണോ ഒരു ചെറുപ്പക്കാരനെ ആരോരില്ലാത്ത സമയത്ത് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോകുന്നേ? അതിനിപ്പോ എന്താ കുഴപ്പം? അവൻ വീണ്ടും അവളെ ചൊടിപ്പിക്കാൻ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, അവിടെ തന്നെ അങ്ങ് കൂടായിരുന്നില്ലേ, പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേ? ദേഷ്യവും സങ്കടവും ഇടകലർന്നെത്തിയ മനസ്സുമായി എഴുന്നേറ്റ മിലി വെട്ടിത്തിരിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട കാല് മെല്ലെ കുത്തി മുറിക്കകത്തേക്ക് കയറിപ്പോയി. പോകുന്നതിനിടയിൽ കണ്ണുകൾ തുടക്കുന്ന അവളെ കണ്ട് ശ്രാവണി കുറ്റപ്പെടുത്തുന്നത് പോലെ ജഗത്തിനെ ഒന്ന് നോക്കി. ചുമ്മാ. അവളെ നോക്കി കണ്ണൊന്ന് ഇറുകിയിട്ട് അവൻ മിലി കയറിപ്പോയ മുറിയുടെ നേർക്ക് തന്നെ നടന്നു. അവൻ കയറി ചെല്ലുമ്പോ അവൾ വാതിലിന് നേർക്ക് മുഖം തിരിച്ച് കട്ടിലിരിക്കുകയായിരുന്നു. അകത്തേക്ക് കയറി വന്നവന്റെ കാലച്ചകൾ കെട്ടിട്ടും അത് അവൻ തന്നെയായിരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നിട്ടും അവൾ മുഖം തിരിച്ചില്ല. അവൾ കരികിലേക്ക് ചെന്നിരുന്ന അവന്റെ കൈകൾ അവളെ വലയം ചെയ്തു. വേണ്ട, അവൾ പരിഭവിച്ചു. എന്ത് വേണ്ടെന്ന്? കുറുമ്പോടെ അവൻ അവളുടെ മുഖം തനിക്ക് നേരെ തിരിക്കാൻ ശ്രമിച്ചു. അവളുടെ അടുത്തേക്ക് പോയിക്കോ. ആരുടെ അടുത്തേക്ക്? ഇപ്പൊ പറഞ്ഞില്ലേ, അമീര.
അങ്ങനെ കാണുന്ന പെണ്ണുങ്ങളുടെയൊക്കെ പുറകെ അങ്ങ് പോകാൻ പറ്റുമോ മെലിസേ? കുറുമ്പ് കുത്തിയിരിക്കുന്ന അവളുടെ കവളിൽ കിള്ളിക്കൊണ്ട് അവൻ പറഞ്ഞു, എന്റെ മനസ്സേ, ഈ ഒരു കുറുമ്പി പെണ്ണ് കൊണ്ടുപോയില്ലേ? അവൾ പെട്ടെന്ന് തിരിഞ്ഞ് അവന്റെ മാറിൽ മുഖം ഒളിപ്പിച്ചിട്ട് ഉറക്കൊന്ന് തേങ്ങി. ആരുമില്ല എനിക്ക്. ഈ ഒരാളൂടെ നഷ്ടപ്പെട്ട പിന്നെ ഞാനില്ല. ഏയ്, എന്തോന്നാ മെലൂസ ഇത്? നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാ? ഇങ്ങോട്ട് നോക്കിയേ. അവൻ അവളുടെ താടി പിടിച്ചുയർത്തി. നനഞ്ഞ കൺപീലികൾക്കു പിന്നിലെ കലങ്ങിയ കണ്ണുകൾ സ്നേഹവായ്പോടെ തിളങ്ങി. അവൻ ആ കണ്ണുകളിൽ അമർത്തി ചുംബിച്ചു. കണ്ണുനീരിന്റെ രുചിയെറിഞ്ഞ് അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഡേ കൊച്ചേ, 6 അടിയോളം വരുന്ന ഈ ശരീരവും ഇതിനുള്ളിലെ ഹൃദയവും സ്നേഹവും ഒക്കെ ഇനി നിനക്ക് മാത്രം സ്വന്തമാ, മതിയോ? അവൾ മൂക്ക് വലിച്ചുകൊണ്ട് തല കുലുക്കി ചിരിച്ചു. ഇരു കൈകൾ കൊണ്ടും അവളെ ഉയർത്തിയെടുത്ത് തന്റെ മടിയിലേക്ക് ഇരുത്തിയിട്ട് അവൻ കട്ടിൽ ക്രാസിലേക്ക് ചാരിയിരുന്നു. അവന്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിയിരുന്ന അവളുടെ മുഖം പിടിച്ചുയർത്തിയിട്ട് അവൻ ആ ചുണ്ടുകളെ തന്റേതാക്കിയത് പെട്ടെന്നായിരുന്നു. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ മുഖമുയർത്തി അവന്റെ നോട്ടം താങ്ങാൻ കെൽപ്പില്ലാതെ അവൾ മിഴികൾ താഴ്ത്തി. ഒരു കാലി അവസ്ഥയിലായി പോയി. ഇല്ല, ഇന്ന് തന്നെ ഞാൻ ആദ്യ രാത്രി ആഘോഷിച്ചേനെ. അവന്റെ കുസൃതി കേട്ട് കുലുങ്ങിച്ചിരിച്ചുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിൽ പിച്ചി. കാലത്തെ തോട്ടത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ജഗത്തിന്റെ ഫോണിലേക്ക് മീരയുടെ കോൾ വന്നത്. അവളും ഏട്ടനും മടിക്കേരിയിൽ എത്തിയിട്ടുണ്ടെന്നും തോട്ടം കാണാൻ വേണ്ടിയാണ് വരുന്നതെന്നും അവൾ അറിയിച്ചപ്പോ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ട് അവൻ അവരെ കാത്തു നിന്നു. 2-3 മിനിറ്റിനുള്ളിൽ അവരുടെ കാർ വീടിന്റെ ഗേറ്റ് കടന്നു വന്നപ്പോൾ അവരെ സ്വീകരിക്കാനായി അവൻ പടികൾ ഇറങ്ങിച്ചെന്നു. മിലിയും ശ്രാവണിയും വീടിന്റെ മുന്നിൽ തന്നെ നിന്നതേയുള്ളൂ. തൂവെള്ള ഫ്രോക്കും അതിന് ചേർന്ന ടോപ്പും ധരിച്ച് കാറിൽ നിന്നും ഇറങ്ങിയ മീരയുടെ സൗന്ദര്യം കണ്ട് മിലി അസൂയയോടെ നോക്കി നിന്നു. അവളോടൊപ്പം കാറിൽ നിന്നും ഇറങ്ങിയ ചെറുപ്പക്കാരന് ഏകദേശം ജഗത്തിന്റെ അതേ പ്രായം തോന്നിച്ചു. ജഗത്, ഇതാ എന്റെ ഏട്ടൻ അജയേന്ദ്രൻ. മീര ഏട്ടനെ പരിചയപ്പെടുത്തി. ഹായ്. ജഗത്ത് ഷെയ്ഖ് ഹാൻഡിനായി കൈനീട്ടിയപ്പോ അജയേന്ദ്രൻ ആ കൈ പിടിച്ചു കുലുക്കി. വരൂ. ജഗത്ത് അവരെ അകത്തേക്ക് ക്ഷണിച്ചു. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇതൊക്കെ ആരാ? വാതിക്കൽ നിന്നിരുന്ന മിലിയെയും ശ്രാവണിയെയും നോക്കിയാണ് മീര ചോദിച്ചത്. ഇതിന്റെ ഫിയാൻസയാണ് മിലി, ഇത് ഫ്രണ്ട് ശ്രാവണി. പ്രതിശ്രുത വധുവായി തന്നെ അവൻ പരിചയപ്പെടുത്തതിന്റെ സന്തോഷത്തോടെ മിലി മീരയെ നോക്കുമ്പോൾ പ്രതീക്ഷിച്ച നിരാശ ആ മുഖത്ത് കാണാതെ വന്നത് അവൾക്ക് കൂടുതൽ സന്തോഷം നൽകി. വരൂ, അകത്തേക്ക് ഇരിക്കാം. അവൾ കർത്തവ്യ ബോധമുള്ള വീട്ടമ്മയായി. കാലിനെന്താ പറ്റി? മീരയുടെ ചോദ്യം കേട്ട് മിലി ജഗത്തിനെ നോക്കി. അതാളൊന്ന് തെന്നി വീണതാ. ഇങ്ങനെ നിൽക്കുന്നൊന്നും നോക്കണ്ട, കൊച്ചുകുട്ടികളുടെ സ്വഭാവമാ. എല്ലാവരും ചിരിച്ചപ്പോ മിലി കണ്ണുകൾ കൂർപ്പിച്ച് അവനെ നോക്കി. അവൻ തിരികെ കണ്ണുകൾ ചിമ്മിച്ചിരിച്ചു. ഇന്നലെ ഇവളാ പറഞ്ഞത് ജഗത്തിന്റെ തോട്ടത്തെ പറ്റി. അന്വേഷിച്ചപ്പോ നല്ല അഭിപ്രായം കേട്ടു. എങ്കിലൊന്ന് വന്ന് കാണാമെന്ന് കരുതി കാലത്ത് ഇറങ്ങിയതാ. അജയേന്ദ്രൻ വന്ന കാര്യം അവതരിപ്പിച്ചു. ഓ, അതിനെന്താ, നമുക്കിപ്പോ തന്നെ പോയി കണ്ടുകളയാം. ശ്രാവി, ആ ജീപ്പിന്റെ ചാവി ഇങ്ങെടുത്തു. ശ്രാവണി അകത്തേക്ക് പോയപ്പോഴാണ് സ്വീകരണ മുറിയിലെ ബുക്ക് ഷെൽഫിന് മുകളിലിരിക്കുന്ന ജഗത്തിന്റെ ഫാമിലി ഫോട്ടോ അജയേന്ദ്രൻ കണ്ടത്. ഇത് മാധുവിന്റെ അല്ലേ? ആശ്ചര്യം പൂണ്ട ശബ്ദത്തിൽ അവൻ ചോദിച്ചപ്പോ ജഗത്തിനും ആശ്ചര്യം തോന്നി. അതെ, എന്റെ അമ്മയാ, അറിയോ? അവൻ ചോദിച്ചു. അറിയുമോന്നോ? അച്ഛന്റെ സ്റ്റൊമക്കിൽ ഒരു സിവിയർ പ്രോബ്ലം വന്നപ്പോ ഒരു ഫാമിലി ഫ്രണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ SNMലാ ചികിത്സിച്ചത്. അന്ന് ശങ്കരങ്ങളും ഉണ്ടായിരുന്നു. അന്ന് തൊട്ടേയുള്ള പരിചയമാ. റിയലി? ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ്. ജഗത്തിന്റെ സന്തോഷം മിലിയുടെ മുഖത്തേക്കും പടർന്നു. ശ്രാവണി കൊണ്ടുകൊടുത്ത ജീപ്പിന്റെ ചാവിയും വാങ്ങി അജേന്ദ്രനോടും മീരയോടും ഒപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോ താൻ ഇപ്പോൾ താമസിക്കുന്നത് മടിക്കേരിയിലാണെന്നറിഞ്ഞിട്ടും അമ്മ ഈയൊരു പരിചയത്തിന്റെ കാര്യം തന്നോട് പറഞ്ഞില്ലല്ലോ എന്നതായിരുന്നു ജഗത്ത് ആലോചിച്ചത്. തുടരും. മടിക്കേരിയിലെ നിഗൂഢതകൾ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.